ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു 4 മുട്ട പുഴുങ്ങിയെടുത്ത് ഫ്രൈ ചെയ്തേക്കുന്നതാണ് കാണിക്കുന്നത്. 4 മുട്ട പുഴുങ്ങിയെടുത്ത് അത് ഒരു 4 പീസാക്കി മാറ്റി വെച്ചു. അതിനുശേഷം ഒരു ചെറിയ പാത്രത്തിലേക്ക് 1/2 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, നമുക്ക് വേണമെങ്കിൽ അല്ലാത്ത എരിവുള്ള മുളക് പൊടിയും എടുക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് കൂടി കഴിക്കേണ്ടതായതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്ത് അതിലേക്ക് കുറച്ച് മാത്രം കുരുമുളക് പൊടി, ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും അത്യാവശ്യത്തിന് മാത്രം ഉപ്പും എടുത്തിട്ടുണ്ട്. കൂടാതെ ശേഷം ഗരം മസാല കൂടി ചേർത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ആ എണ്ണയൊന്ന് ചൂടാവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണേ. നല്ല മഴയൊക്കെ ആയത് കാരണം നന്നായിട്ട് ചുമ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ചെറിയൊരു ചുമയൊക്കെ വരുന്നത്. അതിനുശേഷം ഈ ചട്ടിയിലേക്ക് ഈ മസാലപ്പൊടികളെല്ലാം കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് ചെറിയ തീ കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോകുമെല്ലാം കൂടി ചെറിയ തീയിൽ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വരുമ്പോഴേക്കും ഓരോ പീസ് മുട്ടയായിട്ട് നമുക്കിതിലേക്ക് പറക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, അത് മുട്ടയും അതിൻ്റെ കരുവും വേറെ ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ ഇട്ട് വരുമ്പോഴത്തേന് മാറിയൊക്കെ പോകുന്നുണ്ട്. എന്നാലും ഞാൻ അത്യാവശ്യം ഒന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ എല്ലാം ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നും വിട്ടുപോകുകയോ പൊടിഞ്ഞു പോകാതിരുന്നാൽ അത്രയും നന്നായിരിക്കും. പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ഇളവി ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാതെ വരും. എല്ലാം കൂടി കട്ട പിടിച്ചൊക്കെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് മാത്രം ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഭാഗം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മറിച്ചിടാവുന്നതാണ്. മറിച്ചിട്ട് ആ ഒരു ഭാഗവും പൊടിഞ്ഞ് പോകാതെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇളക്കുക. കുറച്ച് എണ്ണ മാത്രമേ ഉള്ളായതുകൊണ്ട് അത് നന്നായിട്ട് തന്നെ നമുക്ക് പാകത്തിന് കിട്ടും. എല്ലാം ഞാനിപ്പോൾ ഒന്നും പൊടിഞ്ഞു പോകാതെ ഇളക്കി മറിച്ചിട്ടിട്ടുണ്ട്. ഈ ഒരു സൈഡും കൂടി ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ചെറിയൊരു പാത്രത്തിലേക്ക് ഇതിനെ കോരിയെടുത്ത് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ നന്നായി മാറ്റിയെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും. ഓക്കെ, താങ്ക്